ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി ദേവുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തന്നെ ഞാൻ ഈ വഴിക്ക് വന്നതെന്നൊക്കെ പറയും. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് കാറ് മേടിച്ച് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഇനി എൻ്റെ കയ്യിൽ 25,000 രൂപയും കൂടെ വേണം, അല്ലാതെ കൊടുക്കാൻ തികയത്തില്ല എന്ന് പറയുമ്പോഴത്തേന് ദേവു പറയാം, എന്തായാലും ഇനി ഇതറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് സഹായിക്കണ്ടേന്ന്. നിൻ്റെ കയ്യിലുണ്ടോ 25,000 രൂപ എന്ന്? എൻ്റെ ചേച്ചി, ഞാൻ 25,000 ഒന്ന് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ അതിനിടെ ഞാൻ ഇവിടുന്ന് 25,000 തരുന്നത്. എന്തായാലും നമ്മുടെ ഒരു പരിചയത്തിലുള്ളൊരു ചേച്ചിക്ക് പരിചയമുള്ളൊരു പലിശക്കാരനുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കടം മേടിക്കാമെന്ന് പറയും. പലിശക്കാരനൊക്കെ വേണോ മോളെ? അത് ശരിയാകത്തില്ല, പിന്നെ അത് തന്നെയല്ല, പിന്നീട് അതൊക്കെ പ്രശ്നമാകുകയില്ല എന്നൊക്കെ ചോദിക്കും. ഈ ദേവാനന്ദനെ പോലുള്ള കേസൊന്നും അല്ല ഇത് ഇച്ചിരിയുടെ പാവം ആൾ, ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് പറയും. എന്നാൽ ശരി മോൾ, അതൊന്ന് ശരിയാക്കണം പറയും. ഞാനതെല്ലാം സംസാരിച്ച് ശരിയാക്കിക്കോളാം, ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ, സച്ചിയേട്ടന് നമുക്കിതൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ കൊടുക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് ദേവു രേവതിയെ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതി പുറത്തെങ്ങാണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് രേവതിയുടെ കടയുടെ മുമ്പിൽ ഒരാൾ നിന്ന് കടയ്ക്ക് ചുറ്റുമൊക്കെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം ചന്ദ്രമതി ഓർക്ക് ഇതാരാണെന്ന് ഓർത്ത് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്നൊക്കെ. ഞാൻ ആരാന്ന് നിങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കും. അതല്ല, നിങ്ങളാരാന്ന് പറയാൻ പറയും. ഉടനെ പറയും, അതല്ല, അതെന്തിനാണ് നിങ്ങളറിയുന്നത്, ഞാൻ ചന്ദ്രമതി എന്ന് പറയും. ഓ ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നുള്ള പേരിലേക്ക് നോക്കിയിട്ട് അയാൾ ചോദിക്കും, ആ ചന്ദ്രമതിയാണോ നിങ്ങളെന്ന് ചോദിക്കും. ആ ചന്ദ്രമതിയൊന്നും അല്ല ഞാൻ, എൻ്റെ മൂത്ത മരുമോളൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നുണ്ട്, അത് ടൗണിലാണ്, അവിടെ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് വേറെ ഏതോ ചന്ദ്രമതിയാ, ഒരു പൂക്കടയുടെ പേരൊന്നും എൻ്റെത് വെക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അയാളോട്. അയാൾ പറയും, അതിനൊന്ന് എന്താ, ഞാൻ എന്താ ആരാണെന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളതിന് നിങ്ങൾ ഇത്ര പറയേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, അതല്ല, ഞാൻ രേവതിയെ കാണാൻ വന്നാന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിക്കും. അല്ല, ഈ പൂക്കടയൊന്ന് കാണാൻ വേണ്ടിയാ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നൊക്കെ പറയും. അതിനിത് വെറും ഒരു പൂക്കടയല്ല, അല്ലാതെ സ്വർണ്ണക്കടയൊന്നും അല്ലല്ലോ, ഇതിന് മാത്രം കാണാമെന്ന് ചോദിച്ച് ചന്ദ്രമതി അങ്ങ് അയാളോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് രേവതിയെ വിളിച്ച് ദേവു പറയുന്നുണ്ട്, പലിശക്കാരൻ കടയുടെ മുമ്പിൽ വന്നിപ്പുണ്ട്, ചേച്ചി അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ. ആണോ മോളെ, ഞാൻ ഇപ്പം തന്നെ ചെല്ലാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അലമാരി തുറന്ന് ആ പൈസയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് സച്ചി അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ രേവതി ഒന്ന് പരുങ്ങുന്നൊക്കെ ഉണ്ട്. എന്തിനാ കാശൊക്കെ എടുക്കുന്നുള്ള രീതിയിൽ സച്ചി നോക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും ചോദിക്കത്തില്ല. പിന്നെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു പരുങ്ങൽ പോലെ, എവിടെ പോവാന്നൊക്കെ ചോദിക്കും. പരുങ്ങലൊന്നും ഇല്ല സച്ചിയേട്ടാ, ഞാനെന്ന് പുറത്ത് വരെ പോവാ, മാർക്കറ്റിൽ പോവാന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയും. വേണ്ട സച്ചിയേട്ടാ, ഞാൻ ബസ്സിന് പൊക്കോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രേവതിയെ പൈസ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. രേവതി വരുന്ന സമയത്ത് പലിശക്കാരനും ചന്ദ്രമതിയായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ഞാൻ രേവതിയെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നതൊക്കെ ചോദിക്കും. ഈ പൂക്കട എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വെച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് വരും. അപ്പോൾ രേവതി വിളിക്കുന്ന ഉടനെ അയാൾ പറയും, മോളെ, ഇത് നിൻ്റെ പൂക്കടയാണെന്ന് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരുന്നത്, പിന്നെ ഞാൻ ഇവരോട് ചുമ്മാ ഒന്ന് ഏതാന്നൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, അതിന് ഇവരെന്തെല്ലാം വൈകി കടന്ന് പറയുന്നത് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി അങ്ങ് നീങ്ങിപ്പോയായിരുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ. അണ്ണേ ചേട്ടാ, എനിക്കൊരു 25,000 രൂപ വേണമെന്ന് രേവതി അയാളോട് പറയുന്നുണ്ട്. അണ്ണേ അയാൾ പറയാൻ, എന്താ മോളെ, ഞാൻ കുറേ പേപ്പറിനകത്തൊക്കെ എഴുതിയെല്ലാം വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നീ അതെല്ലാം ഒന്ന് വായിച്ചിട്ട് ഒപ്പിട്ട് തരണമെന്ന് പറയും. അപ്പോഴത്തേന് ചന്ദ്രമതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ചന്ദ്രമതി ഓർക്കും, എന്തിനാ ഇവർക്ക് ഇത്രയും കാശ്, കഴിഞ്ഞ ദിവസം പൂ വിറ്റ വകയിൽ ഒത്തിരി ലാഭമൊക്കെ കിട്ടി കാശ് കയ്യിലിരിപ്പുണ്ടല്ലോ, എന്നിട്ട് പിന്നെ എന്തിനാ ഇവൾ കടം മേടിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അയാൾ 25,000 രൂപ എണ്ണി കൈ കൊടുത്തേച്ച് പോകുന്നുണ്ട്. കറക്റ്റ് സമയത്ത് പലിശയൊക്കെ തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നേക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് രേവതിയെ പൈസ എടുത്ത് പേഴ്സി വെക്കും. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഒപ്പിട്ടൊക്കെ പൈസ മേടിക്കുന്നത്, നീ വീടെങ്ങാനും നീ നിൻ്റെ ആണെന്ന് പറഞ്ഞ് എങ്ങാനുമാണോ ഈ കാശ് മേടിക്കുന്നതൊക്കെ ചോദിക്കും. ഞാനതൊന്നും ഓർത്തിട്ടല്ല മേടിച്ചത്, ഞാൻ എൻ്റെ കട കാണിച്ചിട്ടാണ് ഇപ്പോൾ പൈസ മേടിച്ചിരിക്കുന്നതെന്ന് പറയും. പിന്നെ നിൻ്റെ ഈ പൂക്കട കണ്ടുകൊണ്ട് കാശ് തരാൻ പോവല്ലേന്ന്. അതൊക്കെ തരും, ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. നീ ഈ പൈസയെല്ലാം എടുത്ത് നിൻ്റെ അമ്മയ്ക്ക്
കൊണ്ട് കൊടുക്കാനാണോടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. എൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ചുമ്മാ കഴിച്ചേച്ച് വീട്ടിലിരിക്കുകയല്ല അമ്മ ചെയ്യുന്നത്. അമ്മ നന്നായിട്ട് അധ്വാനിച്ചാണ് കുടുംബം പുലർത്തുന്നത് എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാ പറയും, എനിക്ക് അമ്മയോട് തർക്കിക്കാനൊന്നും സമയമില്ല. അമ്മ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് നിൽക്കുക, ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പുറത്ത് പോരുന്നത് പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ ഞാൻ നിൻ്റെ ജോലിക്കാരിയല്ലേ, നിൻ്റെ ഇത് പൂക്കടയ്ക്ക് കാവലിരിക്കാൻ എന്നെ ഒന്നും കിട്ടത്തില്ല. അതിനൊക്കെ നീ അങ്ങ് പോയച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രേവതി കൂളായിട്ട് ഇറങ്ങി ബസ് കയറാനായിട്ടും പോരും. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ശ്രുതിയുടെ കൂട്ടുകാരി വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം കൂട്ടുകാരി പറയുന്നുണ്ട്, നീ ഇനി ഈ ബ്യൂട്ടി പാർലറൊക്കെ നിർത്തിയിട്ട് ഒരു പൂക്കട തുടങ്ങിക്കോ, അതല്ലേ നല്ലതെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരിയോട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. അതല്ല, ഈയിടെ ഒരു പൂവിൻ്റെ ഓർഡർ കിട്ടിയിട്ട് ശ്രുതിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ രേവതിക്ക് കിട്ടിയെന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാഭമുള്ള ബിസിനസ് അതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ ഇതൊക്കെ നിർത്തിയിട്ട് അത് അങ്ങനെ തുടങ്ങാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കൂട്ടുകാർ. അന്നേരം പറയാം, അത് അങ്ങനെ ഇടയ്ക്കൊരു ഓർഡർ കിട്ടിയെന്ന് വെച്ച് എപ്പോഴും അങ്ങനെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഓർത്തു ആ കിട്ടിയ കാശിൽ നിന്ന് കുറച്ചെങ്കിലും അമ്മായിമ്മയ്ക്ക് കൊടുക്കുമെന്ന്. പക്ഷേ കൊടുത്തില്ല, അതെൻ്റെ ഭാഗ്യം എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞു നിൽക്കും? എങ്ങാനും കാശ് കൊടുത്തു പോയാൽ പിന്നെ എന്നോടുള്ള സ്നേഹം മാറി അവളോടാകും എൻ്റെ അമ്മായിമ്മയ്ക്ക് സ്നേഹം. പണത്തോട് മാത്രമുള്ള അവർക്ക് സ്നേഹം. ഇപ്പം തന്നെ ഞാൻ ഈ മാസം കാശ് കൊടുക്കുന്നുണ്ട് മാത്രം എന്നോടിപ്പോൾ സ്നേഹത്തിലൊക്കെ നിൽക്കുന്നത്. ഞാൻ ഈ കാശിൻ്റെ പുറത്ത് അവരെ ഇപ്പം കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും നീ കഴിഞ്ഞ ദിവസം വന്ന ആ നിതിൻ ദാസിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തോന്ന് ചോദിക്കും. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, അത് ഞാൻ കൊടുത്തില്ല, എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കണം. ഈയിടെയായിട്ട് എൻ്റെ സമയം ശരിയല്ല, എല്ലാം കൂടെ തരിപ്പണമാകുന്ന ലക്ഷണമുണ്ട്, എൻ്റെ എല്ലാ കള്ളങ്ങളും പൊളിയുന്ന ലക്ഷണമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്, എൻ്റെ സമയദോഷമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ശ്രുതിയോട് ഞാനിവിടെ വന്ന് നിൽക്കുന്നെന്ന് പറയും. ശരി സാർ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട് സ്റ്റാഫ്. അകത്ത് എന്നിട്ട് പറയും, മാഡം ഹസ്ബൻഡ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ശരി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നതും ഗ്രീൻ മൗണ്ട് എന്നുള്ള ആ പേരിട്ടിരിക്കുന്നതും കാണുന്നത്. അതൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ശ്രുതി. ഉടനെ ഓർക്കുന്നുണ്ട്, ഇതിലെന്തോ ചതിയുണ്ടല്ലോ, അമ്മയുടെ പേര് മാറ്റിയ കാര്യം ഇതുവരെ ശ്രുതി എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ശ്രുതി. അന്നേരം ശ്രുതിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് സ്റ്റാഫ് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേന് കൂട്ടുകാരി പറയുന്നുണ്ട്, നീ ഇത്ര കൂളായിട്ട് നിൽക്കണ്ട, ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയ കാര്യം ശ്രുതി ഇന്ന് അറിയത്തില്ലെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതി ഓടി വരും, പേടിച്ചാണ് വരുന്നത്. കൂട്ടുകാരിയും കൂടെ വരും. എന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി ഉടനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ശ്രുതി, നീ ഇങ്ങനെ അമ്മയുടെ പേര് മാറ്റി ബ്യൂട്ടി പാർലറിന് വേറെ പേരിട്ട കാര്യം എന്നോട് പറയാഞ്ഞെന്നൊക്കെ ചോദിക്കും. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പം നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഗ്രീൻ മൗണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ പ്രോഫിറ്റ് കൂടത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അന്നേരം കൂട്ടുകാരി ഇടയ്ക്ക് അമ്പടി കള്ളിയിൽ നിന്ന് അങ്ങാണ്ട് വെക്കും. അന്നേരത്തിനുടനെ പറയും, അതെന്താ, അല്ല ഇത്രയും വലിയ ബിസിനസ്സൊക്കെ ഇവൾ നടത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറയും. എന്നിട്ട് ഈ ശ്രുതി ആണെങ്കിൽ അതെല്ലാം അങ്ങ് വിശ്വസിക്കും. ശ്രുതി പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് കാശ് കിട്ടും, ഇപ്പോൾ ഇതിൻ്റെ ഓണർ വേറൊരു മാഡമാണ്, ഞാനും ഓണറാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞ് ശ്രുതിയെ വിശ്വസിപ്പിക്കുകയാണ്. അന്നേരം ഒരുപാട് കാശ് കിട്ടുമെന്നുള്ള കാര്യം അറിയുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് സന്തോഷമാകും. അന്നേരം ഞാനിതെല്ലാം അമ്മയോട് എന്ന് പറയാം, നീ ഇതെല്ലാം എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ പരിഭവപ്പെട്ടിട്ട് ഉടനെ തന്നെ ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരത്തേന് കൂട്ടുകാർ പറയുന്നുണ്ട്, എന്തായാലും നീ ഇതൊന്നും ഓർത്ത് ആശ്വസിക്കാനൊന്നും വരട്ടെ, കാരണം നിൻ്റെ അമ്മായിയമ്മോട് ഇത് കാര്യം പറയാൻ വേണ്ടിയായി ഇപ്പം നിൻ്റെ ഭർത്താവ് പോയിരിക്കുന്നു പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി ആകെ വരണ്ടു പോകുന്നുണ്ട്. അയ്യോ, ഞാൻ ആശ്വസിച്ചിരിക്കുകയായിരുന്നു, ശ്രുതിയെ എങ്ങനെയും വിശ്വസിപ്പിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. ഇതിപ്പോൾ അമ്മായിമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും, ഞാൻ വീട്ടിലോട്ട് ചെന്ന് അതെല്ലാം ഒന്ന് സോൾവ് ചെയ്യട്ടെ, നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉടനെ തന്നെ ശ്രുതിയുടെ പുറകെ തന്നെ വീട്ടിലേക്ക് പോരുകയാണ്. ഈ സമയം രേവതി മഹേഷിനെയും കൂട്ടി കാറ് വിൽക്കുന്ന ആ കടയിൽ ചെല്ലുന്നുണ്ട്. ബാക്കി പൈസയെല്ലാം അടയ്ക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞത് അത് അടച്ചിട്ട് പേപ്പറിലൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം രേവതിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അന്നേരം കാർ ഇനി എന്ന് കൊണ്ടുപോകാമെന്ന് രേവതി അവരോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഓണർ പറയുന്നുണ്ട്, എപ്പം വേണേലും കൊണ്ടുപോകാം എന്നൊക്കെ. ഇനി ഈ പേപ്പറൊക്കെ സൈനിട്ട് തന്നല്ലോ, ഇനി ഇതാ രസീത് എന്ന് പറയും, പൈസ അടച്ചതിൻ്റെ രസീതും രേവതിയുടെ കൊടുക്കുന്നുണ്ട്. രേവതി അതൊക്കെ മേടിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. മഹേഷ് എന്ന് പറയുന്ന സച്ചിയുടെ കൂട്ടുകാരൻ
കൂട്ടുകാരനും ഭയങ്കര സന്തോഷമുണ്ട്. അന്നേരം സച്ചിക്ക് കാറ് മേടിച്ച് കൊടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.